ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. കഴിഞ്ഞ വർഷം മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ സിനിമയായിരുന്നു മാർക്കോ. ഉണ്ണി മുകുന്ദൻ നായകനായ ഈ ചിത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി. ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച ചിത്രമായി മാർക്കോ മാറി. മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വയലൻസ് നിറഞ്ഞ ചിത്രം എന്ന ടാഗ് ലൈനോട് കൂടിയായിരുന്നു മാർക്കോ തിയേറ്ററുകളിൽ എത്തിയത്. എന്നാൽ ചിത്രം റിലീസ് ചെയ്തതിനു ശേഷം രൂക്ഷമായ വിമർശനവും ഈ ചിത്രം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ അന്ന് തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഷെരീഫ് മുഹമ്മദ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. രണ്ടാം ഭാഗത്തിന്റെ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കാണണമെന്നും അഭ്യർത്ഥിക്കുന്നു. പാൻ ഇന്ത്യൻ തലത്തിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടാം ഭാഗമാണ് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയുടേത്. മലയാളത്തിൽ വന്നത് വെച്ച് ഏറ്റവും വയലന്റ് ആയ ചിത്രത്തിന് കേരളത്തിന് പുറത്തേക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. എന്നാൽ മാർക്കോ രണ്ടാം ഭാഗം ചെയ്യുന്നില്ല എന്ന് ഉണ്ണി മുകുന്ദൻ തന്നെ അറിയിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ കീഴിൽ മാർക്കോ രണ്ടാം ഭാഗത്തെ പറ്റി ചോദിച്ചുള്ള ആരാധകന്റെ കമന്റിന് മറുപടിയായാണ് ഉണ്ണി മുകുന്ദൻ രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്ന് പറഞ്ഞത്. ക്ഷമിക്കണം, മാർക്കോ സീരീസ് തുടരാനുള്ള പദ്ധതികൾ ഞാൻ ഉപേക്ഷിച്ചു. പ്രൊജക്ടിന് ചുറ്റും വലിയ നെഗറ്റിവിറ്റിയാണ്. മാർക്കോയേക്കാൾ വലുതും മികച്ചതുമായ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ തന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി എന്നാണ് ഉണ്ണി മുകുന്ദൻ കുറിച്ചത്. മാർക്കോ റിലീസ് ചെയ്തതിനു ശേഷം അതിരൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ചിത്രത്തിനെതിരെ വന്നത്. ചിത്രത്തിന്റെ വയലൻസ് രംഗങ്ങൾ കൂടിപ്പോയി എന്ന അഭിപ്രായം തന്നെയായിരുന്നു കണ്ടിറങ്ങിയ പ്രേക്ഷകർക്കും. അതുതന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉപേക്ഷിക്കാൻ ഉണ്ണി മുകുന്ദന് കാരണമായതും. എന്നാൽ മാർക്കോ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദിന്റെ പുതിയ ചിത്രം ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാട്ടാളൻ എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. ചിത്രത്തിൽ നായകനായി എത്തുന്നത് പെപ്പയാണ്. സിദ്ദീഖും മറ്റു ഒട്ടനവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ജഗദീഷ് തന്നെയായിരിക്കും വില്ലൻ വേഷത്തിൽ എത്തുന്നത് എന്നാണ് ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടപ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ മാർക്കോ എന്ന ചിത്രത്തിനേക്കാൾ വയലൻസ് നിറഞ്ഞ ചിത്രമാകുമോ കാട്ടാളൻ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. മാർക്കോയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന വിമർശനങ്ങൾ കാരണം കാട്ടാളൻ എന്ന ചിത്രത്തിലെ വയലൻസ് രംഗങ്ങൾ കുറച്ചതായും റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.